പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ അതിപരിശുദ്ധമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. 80-ാം സങ്കീർത്തനം അതിന്റെ 19-ാമത്തെ വാക്യം. സൈന്യങ്ങളുടെ ദൈവമായി യഹോവേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ചിന്തിക്കുന്ന വചനം ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ സങ്കീർത്തനം 80-ാം അധ്യായം എന്ന് പറയുന്നത് ദൈവജനത്തിന്റെ യഥാസ്ഥാനത്തിനായുള്ളൊരു അപേക്ഷയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ വചനം നാം വായിച്ചു വന്ന ചരിത്ര പശ്ചാത്തലങ്ങളിലേക്ക് നമ്മൾ കടന്നു വരണമെങ്കിൽ 80-ാം സങ്കീർത്തനം 8-ാം വാക്യം തൊട്ട് വായിച്ചു വന്നെങ്കിലേ അത് നമുക്ക് മനസ്സിലാക്കത്തുള്ളൂ. 8-ാം വാക്യത്തിൽ പറഞ്ഞു, നീ മിസ്രൈമിൽ നിന്ന് ഒരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു, നീ അതിന് തടവെടുത്തു, അത് വേരൂന്നി ദേശത്ത് പടർന്നു, അതിന്റെ നിഴൽ കൊണ്ട് പർവ്വതങ്ങൾ മൂടിയിരുന്നു, അതിന്റെ കൊമ്പുകൾ ദീപിതാരുകൾ പോലെയും ആയിരുന്നു. മനോഹരമായ ഒരു വർണ്ണനയാണ്. ഹല്ലേലൂയ. വീണ്ടും പറയുന്നത് ഹല്ലേലൂയ, അത് കൊമ്പുകളെ സമുദ്രം വരെയും ചില്ലികളെ നദി വരെയും നീട്ടിയിരുന്നു, വഴി പോകുന്നവരൊക്കെയും അതിനെ പറിപ്പാൻ തക്കവണ്ണം നീ അതിന്റെ വേരുകളെ പൊളിച്ച് കളഞ്ഞത് എന്താണ്. ഹല്ലേലൂയ. അങ്ങനെ തുടർന്ന് ദൈവസഭയുടെ ഒരു വർണ്ണനയെക്കുറിച്ച്, സാഹചര്യത്തിന്റെ ഒരു വർണ്ണനയെക്കുറിച്ച് വേദപുസ്തകം പറയുന്ന ആ ഭാഗം നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദൈവസഭയുടെ അല്ലെങ്കിൽ വേലികൾ പൊളിച്ചു കളഞ്ഞതിനാൽ ദൈവജനത്തിന് നേരിട്ട ശോചനീയ അവസ്ഥയെക്കുറിച്ചാണ് ഈ ഭാഗത്ത് പറയുന്നത്. അല്ലെങ്കിൽ ദൈവസഭയുടെ ശത്രുക്കൾ ആരെല്ലാമാണെന്ന് നമ്മൾ വളരെ തിരിച്ചറിയണം. ദൈവസഭയുടെ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന്റെ ശത്രുക്കൾ ആരെല്ലാമാണെന്ന് തിരിച്ചറിയാതെ നാം പോകുന്നെങ്കിൽ നമ്മുടെ ആത്മജീവിതം തകർന്നു പോകാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. അവയെ നമുക്ക് എങ്ങനെ ജയിക്കാൻ കഴിയും? ദൈവസഭയുടെ ശത്രുവിനെ എങ്ങനെ ജയിക്കാൻ കഴിയും? ഹല്ലേലൂയ. ആമേൻ എന്നതിൽ അല്ലെങ്കിൽ നമുക്ക് കരുതലുള്ളവരായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നീ നിനക്കായി വളർത്തിയ തയ്യ് എന്നതിന് നിനക്കായി വളർത്തിയ പുത്രൻ എന്ന അർത്ഥമുണ്ട്. അത് 15-ാമത്തെ വാക്യം കാണുന്നുണ്ട്. എന്താണ്? നിന്റെ വലങ്കൈ നട്ടിട്ടുള്ളതിനെ നീ നിനക്കായി വളർത്തിയ തയ്യയും അനിക്കണമേ. ഹല്ലേലൂയ. അവിടെയാണ് നമ്മൾ അല്ലെങ്കിൽ നീ നിനക്കായി വളർത്തിയ പുത്രൻ എന്നും അർത്ഥമുണ്ട്. ദൈവം തന്റെ ജനത്തെക്കുറിച്ച് ഫറവോനോട് പറയുമ്പോൾ ഇസ്രായേൽ എന്റെ പുത്രൻ, എന്റെ ആദിജാതൻ എന്നാണ് പുറപ്പാട് പുസ്തകം 4-ന്റെ അല്ലെങ്കിൽ 22 ഭാഗത്തൊക്കെ പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു പ്രസ്താവന നിൽക്കച്ചെയ്ത് അല്ലെങ്കിൽ 17-ാം വാക്യത്തിൽ ആ തയ്യെക്കുറിച്ച് ഹല്ലേലൂയ പറയുന്നു, മിസ്രയീമിൽ നിന്നും ആമീൻ വിടുവിച്ചതുപോലെ ആമീൻ വിടുവിക്കണമേ എന്നാണ് ഇപ്പോൾ ദൈവജനം പ്രാർത്ഥിക്കുന്നത്. അല്ലെ? അപ്പൊ മിസ്രയീമിൽ നിന്ന് ഇസ്രായേലിനെ വിടുവിച്ച് കൊണ്ടുവന്നതുപോലെ ഈ ദിവസങ്ങളിൽ ദൈവസഭ നേരിടുന്ന, ദൈവജനം നേരിടുന്ന പ്രതികൂലമായ സാഹചര്യത്തിന് നടുവിൽ നിന്ന് ഒരു വിടുതലിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഇവിടെ. ഈ പ്രാർത്ഥനയിലാണ് നമ്മൾ വായിച്ച വചനത്തിന്റെ പ്രാധാന്യത കിടക്കുന്നത്. ആ വചനം എന്താണ്? സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. നിലവിളിയാണ്, നിലവിളിക്കണം. എന്നെ കേൾക്കുന്ന മാതാവ് പിതാവേ, വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തോട് പറയട്ടെ, നീ കർത്താവ് നിലവിളിക്കണം, യഥാസ്ഥാനപ്പെടണം. ഹല്ലേലൂയ. ഈ ലോകത്തിന്റെ പാപങ്ങൾക്കനുസരിച്ച്, ലോകത്തിന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച്, ഇവിടുത്തെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ നിത്യതയിൽ എത്തത്തില്ല. ഹല്ലേലൂയ. നിത്യതയിൽ എത്തണമെങ്കിൽ നമ്മൾ യഥാസ്ഥാനപ്പെട്ടേ പറ്റത്തുള്ളൂ. അവൻ അങ്ങനെ ചെയ്തു, അവൾ അങ്ങനെ നടക്കുന്നു, ഇവൻ എങ്ങനെ നടക്കുന്നു, അവര് പോകുന്നവർ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ, അവർക്ക് മാത്രം ഇന്ന് ഞങ്ങൾക്ക് എന്താ ഇത്ര കൂച്ചുവിലക്കെന്നൊക്കെ ചിന്തിക്കുന്ന അനവധി ദൈവമക്കളുണ്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, ദൈവസഭയ്ക്ക് ഒരുപാട് വിലക്കുകളുണ്ട്. മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം ചെയ്യാൻ പറ്റത്തില്ല. മറ്റുള്ളവർ ചെയ്യുന്നതും മറ്റുള്ളവർ പറയുന്നതും മറ്റുള്ളവർ പോയി ഇരിക്കുന്നിടത്തും അവർ നിൽക്കുന്നിടത്തും നടക്കുന്നിടത്തും തിന്നുകയും കുടിക്കുകയും ചെയ്തതൊന്നും ദൈവസഭയ്ക്ക് ചെയ്യാൻ പറ്റത്തില്ല. ദൈവസഭയ്ക്ക് ഒരുപാട് വിലക്കുകളുണ്ട്. ആ വിലക്കുകളെ അനുസരിച്ചും പ്രമാണിച്ചും നിൽക്കുന്നവരും മാത്രമേ ദൈവരാജ്യത്തിൽ ചെല്ലാൻ പറ്റുള്ളൂ. അതുകൊണ്ട് മിസ്രയീമിൽ നിന്ന് വിടുവിച്ചുകൊണ്ടുവന്ന ജനത്തെ ദൈവം നടത്തിയതുപോലെ തന്നെ പുതിയ നിയമസഭ ഈ നാടുകളിൽ എന്ത് ചെയ്യണം? യഥാസ്ഥാനപ്പെടണം. ഹല്ലേലൂയ. ഞങ്ങൾ രക്ഷപ്പെടണം. തിരുമുഖം. അപ്പം ദൈവസഭ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. ഹല്ലേലൂയ. വളരെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, നീ നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം.
നിന്റെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിന്റെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിന്റെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? കർത്താവേ, ഞാനും എൻ്റെ മക്കളും എൻ്റെ ഭർത്താവും എൻ്റെ ഭാര്യ, എൻ്റെ മാതാപിതാക്കൾ, എൻ്റെ സഹോദരങ്ങൾ, എൻ്റെ സഭ അന്ന് ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ എന്ന് പറഞ്ഞ് നീ പ്രാർത്ഥിക്കണം. കാരണം അത്രമാത്രം ശത്രു ദൈവസഭയ്ക്ക് നേരെ വർദ്ധിച്ചിരിക്കുകയാണ്. ദൈവസഭ ഏതെങ്കിലും വിധത്തിൽ ഇല്ലായ്മ ചെയ്ത് ചൂഷണം ചെയ്ത് ദൈവമക്കളെ, ക്രൈസ്തവ സമൂഹത്തെ തന്നെ ഭൂമിയിൽ നിന്ന് നിർമൂലനം ചെയ്യുവാൻ ശ്രമിക്കുന്ന സാത്താന്യ ശക്തികൾ, പാതാള ഗോപുരങ്ങൾ ലോകമെമ്പാടും എഴുതിട്ടുകൊണ്ടിരിക്കുക. പാതാള ഗോപുരങ്ങൾ, സാത്താന്യ ശക്തികൾ എല്ലാവിധ തോക്കും കുഴലും മറ്റെല്ലാം സൗത്രം എല്ലാ യുദ്ധോപകരണങ്ങളുമായി എഴുതിയിട്ടിരിക്കുക ദൈവസഭയെ തകർക്കാൻ. ഹല്ലേലൂയ. അതിന്റെ നടുവിൽ ഞങ്ങൾ രക്ഷപ്പെട്ട് തിരുമുഖം പ്രകാശിപ്പിക്കണമെന്ന സങ്കീർത്തനക്കാരൻ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ ഞാനും നിങ്ങൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ മേൽ തിരുമുഖം പ്രകാശിപ്പിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവസഭ യഥാസ്ഥാനപ്പെടണം. ദൈവസഭയ്ക്കകത്തെ ഭിന്നത മാറ്റിവെച്ച്, കലക്കം മാറ്റിവെച്ച്, തമ്മിത്തല്ല് മാറ്റിവെച്ചിട്ട്, ഇടർച്ചകൾ മാറ്റിവെച്ച്, പരസ്പരം ഭാരപണിയാതെ ദൈവസഭ ഒന്നിച്ചു നിൽക്കുവാൻ കഴിയണം. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമായ ഒരു അപ്പത്തിന്റെ അംശങ്ങളായി യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് ശുദ്ധീകരണം പ്രാപിച്ച ദൈവമക്കൾ വലിപ്പച്ചെറുപ്പമില്ലാതെ, ജാതി പറഞ്ഞ് അധിക്ഷേപിക്കാതെ ദൈവമക്കൾ എന്ത് ചെയ്യണം? പരസ്പരം ഒന്നായിട്ട് നിൽക്കണം. ഹല്ലേലൂയ. ഈ ദൈവസഭയ്ക്കകത്ത് ജാതി പറഞ്ഞ ആക്ഷേപമുണ്ട്. ഹല്ലേലൂയ. അത് വല്ലാത്ത ക്രൂരതയാണ്. ക്രൂരത എന്ന് പറഞ്ഞാൽ കൂല ചെയ്യുന്നത് പോലെ, ഒരാളെ കൂല ചെയ്യുന്ന സമാനമാണ്. അല്ലെങ്കിൽ ജാതി പറഞ്ഞ് ആക്ഷേപിക്കുക. ഹല്ലേലൂയ. അതൊന്നും ദൈവസഭയ്ക്ക് അനുയോജ്യമായതല്ല. അപ്പൊ ഇവിടെ സൈനികളുടെ ദൈവമായ യഹോവേ, ഓരോരുത്തരിലും അറിയാൻ നിന്റെ തിരുമുഖം പ്രകാശിപ്പിക്കണമെന്നാണ്. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോരുത്തരുടെയും തിരുമുഖം പ്രകാശിപ്പിക്കണമേ. ആ തിരുമുഖത്തിന്റെ പ്രകാശം ഓരോരുത്തരിലും പ്രതിഫലിക്കണമെങ്കിൽ നാം രക്ഷിക്കപ്പെടണം. ഹല്ലേലൂയ. കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുമുഖത്തിന്റെ പ്രകാശനം നമ്മുടെ മേൽ വരണമെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ വരണമെങ്കിൽ, എൻ്റെ നിങ്ങളുടെ കുടുംബത്തിലുള്ള സകലരും രക്ഷിക്കപ്പെടണം. ഹല്ലേലൂയ. സകലരും മാനസാന്തരപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ വിശ്വാസത്തിലേക്കൊക്കെ വന്നപ്പോഴേ, ഹല്ലേലൂയ, വന്നു കഴിഞ്ഞ് ചിലപ്പോൾ ഞാൻ നാട്ടിൽ പോയി, ഇപ്പം നാട്ടിലൊന്നും പോകാറില്ല. കാരണം പോയിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. അവിടെ ചെന്നാൽ നമുക്ക് ഈ നമ്മൾക്ക് വിശ്വാസി വന്നത് കുറഞ്ഞ ആൾക്കാരാണ് ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അപ്പൊ എൻ്റെ ഒരു അനുജനുണ്ട്. അവൻ പറയും, എന്തൊക്കെ തീറ്റി തട്ടിപ്പാ വെട്ടിപ്പാ എന്തെല്ലാം പറയുന്നു പറയുക. അവന്റെ കുടുംബം തകർന്ന് തരിപ്പണമായി. ഹല്ലേലൂയ. സ്തോത്രം. ഞാനിന്നും പ്രാർത്ഥിക്കും, കർത്താവേ, അവന്റെ മേൽ ദൈവത്തിന്റെ തിരുമുഖം പ്രകാശിപ്പിച്ച് അവനെ അടക്കി വാഴുന്ന സാത്താന്റെ കയ്യിൽ, അവന്റെ കുടുംബത്തെ അടക്കി വാഴുന്ന സാത്താന്റെ കയ്യിൽ നിന്ന് ഒരു മോചനം കൊടുക്കണം. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പെന്തക്കോസ്തുകാരെ ചീത്ത വിളിക്കുന്ന എന്നെ കേൾക്കുന്ന ഇതര സമുദായത്തിൽപ്പെട്ടവരെ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഞങ്ങളെ ചീത്ത വിളിച്ചാൽ, അപവാദം പറഞ്ഞാൽ, ഞങ്ങളെ ഉപദ്രവിച്ചാലും, ഭൂമി ഉന്മൂലനാശം ചെയ്യാൻ ശ്രമിച്ചാലും, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റുവാൻ ഈ ഭൂമിയിൽ, ഈ ലോകത്തിൽ ഒരു ശക്തിയും കഴിയത്തില്ല. അതിനോട് ഒരുത്തിനും ജനിച്ചിട്ടില്ല. സാധാരണ ഭാഷയിൽ പറഞ്ഞ ഹല്ലേലൂയ. വെല്ലുവിളിയാണെന്ന് ചോദിക്കും. ഞങ്ങൾ വെല്ലുവിളിച്ചെന്ന് പറയും. പക്ഷേ നിങ്ങൾ പറഞ്ഞാൽ അസഭ്യ വാക്കുകളിലൂടെയല്ല. ഞങ്ങളുടെ ദൈവസഭയിൽ ഞങ്ങൾ ആവശ്യത്തരാം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നീ പ്രാർത്ഥിക്കണം, നിന്റെ കുടുംബത്തിനകത്ത് കർത്താവിന്റെ തിരുമുഖം പ്രകാശിപ്പിക്കാൻ. നിന്റെ ഭർത്താവിന്റെ ഭാര്യയുടെ മദ്യപാന ഫരിവിട്ട ജീവിതം, നിന്റെ മക്കളെ വഴിവിട്ട ജീവിതം, കുടുംബത്തിനകത്ത് അധാർമിക സാത്താന്റെ തന്ത്രങ്ങളിൽ നിന്റെ കുടുംബം തകരാതിരിക്കുവാൻ ദൈവത്തിന്റെ തിരുമുഖം പ്രകാശിപ്പിക്കുവാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അതേദ്യം നമ്മൾ കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം. കർത്താവായ യേശുവിനെ രക്ഷകനായി രക്ഷിതാവായി സ്വീകരിച്ചെങ്കിൽ മാത്രമേ കർത്താവിന്റെ തിരുമുഖം നമ്മുടെ മേൽ പ്രകാശിക്കത്തുള്ളൂ. ഹല്ലേലൂയ. എല്ലാവരും ക്രൈസ്തവരായതുകൊണ്ട് ക്രിസ്തുവിന്റെ അനുയായികളാകണമെന്നില്ല. എല്ലാവരും ക്രൈസ്തവരാണ്, അതുകൊണ്ട് ക്രിസ്തുവിന്റെ അനുയായികളാകണമെന്നില്ല. ക്രിസ്തുവിന്റെ അനുയായികളാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും പിതാവുമായി സ്വീകരിച്ച് ദൈവത്തിന്റെ തിരുമുഖം പ്രകാശിച്ച് രക്ഷയുടെ അനുഭവത്തിൽ നിൽക്കണം. മാനസാന്തരപ്പെട്ടവൻ ലോകത്തിന്റെ പാപസുഖങ്ങളിലേക്ക് പോകത്തില്ല. അവൻ ദൈവത്തോട് ചേർന്ന് നടക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരു മനുഷ്യനെ പാപത്തിന്റെ വഴിയിൽ നിന്നും സാത്താന്റെ പിടിയിൽ നിന്നും വീണ്ടെടുത്ത് കൊണ്ടുവരുവാൻ, സാത്താന്റെ കയ്യിൽ നിന്നും പാപത്തിന്റെ വഴിയിൽ നിന്ന് ഒരു മനുഷ്യനെ വീണ്ടെടുത്ത് കൊണ്ടുവരണമെങ്കിൽ ആ മനുഷ്യന്റെ ഉള്ളിൽ രക്ഷ വരണം. ഹല്ലേലൂയ. ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിന്റെ രക്ഷയില്ല. അതുകൊണ്ടാണ് സാത്താന്റെ പിടിയിൽ നിന്നും പാപത്തിന്റെ പിടിയിൽ നിന്നും വിടിവിക്കപ്പെടാതെ കിടക്കുന്നത്. 50 നോയമ്പൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ താമസിക്കുന്ന വീട്ടിലെ സഹോദരൻ ചോദിച്ചവർ 50 ദിവസം കഴിഞ്ഞില്ലേ, ഇത്ര ദിവസം കുടിക്കാതിരിക്കുന്നു, ഇനി അവരിത് കുടിക്കട്ടെ. ഹല്ലേലൂയ. 50 ദിവസം നോമ്പെടുത്തതാ,
പറയും ഇനി 50 ദിവസം നോമ്പെടുത്ത് അത് കുടിക്കുക. അപ്പം കർത്താവിന്റെ തിരുമുഖം പ്രകാശിപ്പിച്ച് ദൈവത്തിന് രക്ഷയുടെ അനുഭവത്തിൽ നിൽക്കുന്നവളാണെങ്കിൽ പാപത്തിന്റെ വഴികളെ വിട്ട് സാത്താന്റെ വഴികളെ വിട്ട് അവൻ ദൈവമായിട്ട് അവൻ വലിയൊരു ബന്ധം പുലർത്തും. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന് വചനം, നമ്മൾ സാത്താന്റെ വഴിയിൽ നിന്നും പാപത്തിന്റെ വഴിയിൽ നിന്നും പാതാളത്തിന്റെ പാതയിൽ നിന്നും നാം വിടിവിക്കപ്പെടണം. പാപത്തിന്റെ വഴികളുണ്ട്, പാതാളത്തിന്റെ വഴികളുണ്ട്, സാത്താന്റെ വഴികളുണ്ട്. അതിൽ നിന്ന് വിടിപ്പിച്ചിട്ട് എന്ത് ചെയ്യണം? സ്വർഗീയ പാത അഥവാ ദൈവരാജ്യത്തിന്റെ വഴികളെ കുറിച്ച് നമുക്ക് തിരിച്ചറിവുണ്ടാകണം. ദൈവരാജ്യത്തിന്റെ വഴികളെ കുറിച്ച് അറിയുന്നവനാണ് ക്രൈസ്തവനെങ്കിൽ അവൻ ഈ ലോകത്തിന്റെ പാപങ്ങളിൽ വീഴത്തില്ല. ദൈവരാജ്യത്തിലേക്ക്, സ്വർഗരാജ്യത്തിലുള്ള വഴി യഥാർത്ഥമായി ഗ്രഹിച്ചിട്ടുള്ളവനാണെങ്കിൽ, അത് ഉള്ളിൽ ആത്മാവിൽ വെളിപ്പെട്ടിട്ടുള്ളവനാണെങ്കിൽ അവൻ ഈ ലോകത്തിന്റെ മായയിൽ വീഴത്തുമില്ല. രക്തം ചെയ്യും. അവന്റെ കുടുംബം സമാധാനമായിരിക്കും, കുടുംബ സ്വസ്ഥതയായിരിക്കും, കണ്ണുനീരില്ലാത്ത, സങ്കടമില്ലാത്ത, സമാധാനം കൊണ്ട് നിറയപ്പെട്ട കുടുംബമായിരിക്കും അങ്ങനെയുള്ളവരുടേത്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നമ്മൾ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ സകല അശുദ്ധിയെ അകറ്റി വിശുദ്ധിയിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. മനുഷ്യന്റെ ജീവിതം മുഴുവൻ അശുദ്ധിയാണ്, പാപത്തിൽ നിറയപ്പെട്ട് കിടക്കുകയാണ്. പാപത്തിൽ നിറയപ്പെട്ട് അശുദ്ധി ജീവിക്കുന്നവരെ വിശുദ്ധിയിലേക്ക് നയിക്കണമെങ്കിൽ കർത്താവിന്റെ തിരുമുഖം നമ്മളെ പ്രകാശിക്കണം. നമ്മൾ ഈ നേർച്ചകളും കാഴ്ചകളും വഴിപാടുകളും ഒക്കെ നടത്തിക്കൊണ്ട്, തീർത്ഥാടനം നടത്തിക്കൊണ്ടും, പെരുന്നാളുകൾ നടത്തിക്കൊണ്ടും, വെടിക്കെട്ട് നടത്തിയതുകൊണ്ടും, ആദ്യഫലക്കറ്റ പെരുന്നാൾ നടക്കും ഏറ്റവും ശ്രേഷ്ഠമായത് കൊണ്ട് കൊടുത്തതുകൊണ്ടും, വീട് വെച്ച് കൊടുത്തുകൊണ്ടും, സമൂഹം നടത്തി കൊടുത്തതുകൊണ്ടും, ദാനകർമ്മങ്ങൾ ഒത്തിരി ചെയ്തുകൊണ്ടും, പുണ്യസ്ഥലങ്ങൾ സഞ്ചരിച്ചതുകൊണ്ടും, ഇനി യോർദാനിൽ പോയി മുങ്ങിയതുകൊണ്ടോ, യെരൂശലേമിൽ ചെന്ന് മതിലിൽ ചെന്ന് തലയിടിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ടൊന്നും തിരുമുഖം പ്രകാശിക്കത്തില്ല. ഹല്ലേലൂയ. മലയാറ്റൂർ മല കയറിയത് കൊണ്ട് ഒന്നും തിരുമുഖം പ്രകാശിക്കത്തില്ല. തിരുമുഖം പ്രകാശിക്കണമെങ്കിൽ നിന്റെ ഉള്ളിൽ രക്ഷ വരണം. ഹല്ലേലൂയ. നീ രക്ഷിക്കപ്പെടണം. മാനസാന്തരപ്പെട്ട് നീ രക്ഷിക്കപ്പെട്ടവനാണെങ്കിൽ നിന്റെ പ്രാർത്ഥനയിൽ ദൈവസാന്നിധ്യം ഉണ്ടായിരിക്കും. അല്ലാതെ പുറമെ കാണിക്കുന്ന പ്രകടമായതൊന്നിലും ദൈവം പ്രസാദിക്കുന്നില്ല. നമ്മുടെ ബാഹ്യപ്രകടനമൊന്നും ദൈവത്തിന് ഇഷ്ടമില്ല. അല്ലെങ്കിൽ ഉള്ളിലാ മാനസാന്തരം. ഹൃദയത്തിന്റെ അന്തർഭാഗത്തിലെ സത്യമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഹൃദയത്തിന്റെ അന്തർഭാഗത്തിലെ സത്യം ദൈവം ആഗ്രഹിക്കുമ്പോൾ ഹൃദയത്തിന്റെ അന്തർഭാഗം നമ്മൾ ശുദ്ധീകരിക്കുക തന്നെ ചെയ്യണം. ഹല്ലേലൂയ. അതെടുത്ത് സോപ്പ് കൊണ്ടോ, ഇവിടുത്തെ പെർഫ്യൂം കൊണ്ടോ, ഇവിടുത്തെ വില കൂടിയ മറ്റൊന്നുകൊണ്ടോ നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗം ശുദ്ധീകരിക്കാൻ കഴിയില്ല. ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് സത്യം നിലനിൽക്കണമെങ്കിൽ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട് ശുദ്ധീകരണം പ്രാപിച്ച് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ജീവിതത്തിലെ അശുദ്ധത്തെ മാറ്റിക്കളഞ്ഞ് വിശുദ്ധിയിലേക്ക് വരുമ്പോഴാണ് പാപത്തിന്റെ വഴിവിട്ട്, സാത്താന്റെ വഴിവിട്ട്, ശാപത്തിന്റെ വഴികളെ വിട്ട് നമ്മൾ സ്വർഗീയ വഴിയിലേക്ക് വരണം. ഹല്ലേലൂയ. അതിന് ഈ സംഗീതകാരൻ പ്രാർത്ഥിച്ച പോലെ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നമുക്ക് മനുഷ്യൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്? ഓരോ ദിവസവും മനുഷ്യൻ ചെയ്യേണ്ട കാര്യം എന്താണ്? സൈന്യങ്ങളുടെ ദൈവമായ യഹോവയെ, ഹല്ലേലൂയ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ തിരുമുഖം അന്വേഷിക്കണം. ഓരോ ദിവസവും എന്ത് ചെയ്യണം? സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ തിരുമുഖം അന്വേഷിക്കണം. അതിന് പ്രവാചകൻ പറഞ്ഞൊരു വാക്യമുണ്ട്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന വാക്യമുണ്ട്. യെശയ്യാ പ്രവാചകൻ 45-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം, സകല ഭൂവാസികളും ആയുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുവിൻ, ഞാനല്ലാതെ വേറൊരു ദൈവമില്ലല്ലോ എന്നാണ് എന്റെ മുമ്പിൽ എന്റെ മുമ്പിൽ ഏത് മുഴങ്കാലും മടങ്ങും, ഏത് നാവും നാവും സത്യം ചെയ്യും എന്നിങ്ങനെ എന്റെ വായിൽ നിന്ന് നീതിയും അടങ്ങാത്ത ഒരു വചനവും പുറപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ സകല ഭൂവാസികളും ക്രൈസ്തവർ മാത്രമല്ല കേട്ടോ, ഭൂമിയിലുള്ള സകല ഭൂവാസികളും എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷപ്പെടുമെന്ന് പറയുമ്പോൾ രക്ഷയ്ക്ക് മറ്റൊരിടമില്ലെന്നാ. ഹല്ലേലൂയ. സകല ഭൂവാസികളും രക്ഷപ്പെടുവാൻ കർത്താവായ യേശുക്രിസ്തു മാത്രം. എന്നിട്ട് പറയുന്നതാണ് ഹല്ലേലൂയ, സ്തോത്രം എന്നാണ് എന്റെ മുമ്പിൽ ഏത് മുഴങ്കാലും മടങ്ങും, ഏത് നാവും സത്യം ചെയ്യും. ഇത് ഫിലിപ്പിലെ അങ്ങനെ 2 വരുമ്പോൾ കാണുന്നുണ്ട് ഈ പ്രവചനത്തിലെ ചില ഭാഗങ്ങൾ. ഹല്ലേലൂയ. അപ്പൊ സകല ജനത്തിന് രക്ഷ തരുന്നവൻ ആരാണ്? കർത്താവായ യേശുക്രിസ്തുവാണ്. സകല ജനത്തിന് രക്ഷ നൽകുവാൻ കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുള്ളൂ. പ്രവാചകൻ എത്രയോ കാലങ്ങൾക്ക് മുമ്പേ വിളിച്ചു പറഞ്ഞ വചനമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രോതാവേ, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിനോട് സംസാരിക്കുന്നത്, നീ രക്ഷപ്പെടണം, നിന്റെ കുടുംബം രക്ഷപ്പെടണം, നിന്റെ മക്കൾ രക്ഷപ്പെടണം, നിന്റെ കുടുംബത്തിനകത്തെ അസമാധാനം മാറി സമാധാനം എന്ന് പറയുന്ന ഫലം നിന്റെ കുടുംബത്തിനകത്ത് നിറയപ്പെടണം. ഹല്ലേലൂയ.
നാളുകളായി പിശാചിന്റെ കുടുംബത്തെ ചവിട്ടുകൊട്ടയിലിട്ട് ചവിട്ടി മെതിക്കുന്നത് പോലെ നിന്നെ മെതിച്ചുകൊണ്ടിരിക്കുക സാത്താൻ. ഹല്ലേലൂയ. കുടുംബത്തിനകത്ത് സ്വസ്ഥതയുണ്ടോ? കുടുംബത്തിനകത്ത് സന്തോഷമുണ്ടോ? സമാധാനമുണ്ടോ? ഭാര്യ ഭർത്താക്കൾ തമ്മിൽ സ്നേഹമുണ്ടോ? അപ്പനും മക്കളുമായിട്ട് കണക്ഷനുണ്ടോ? അപ്പനും മക്കളുമായിട്ട് ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ലാതെ കുടുംബം ഛിന്നഭിന്നമായി കിടക്കുന്ന അനുഭവമല്ലേ? ഭാര്യയുടെ വാക്ക് കേട്ട് മാതാപിതാക്കളെ ഉപേക്ഷിച്ചവരും ഭർത്താവിന്റെ വാക്ക് കേട്ട് അമ്മായിയപ്പനെ അമ്മായിയെ ഉപദ്രവിക്കുന്ന മരുമക്കളും. ഹല്ലേലൂയ. പരസ്പരം എല്ലായിടത്തും ഉണ്ട് കേട്ടോ. രക്തം ചെയ്യും. കുടുംബത്തിനകത്ത് നീതി വെളിപ്പെടണം. ഹല്ലേലൂയ. എല്ലാ കുടുംബങ്ങൾക്കും പിറുപിറുപ്പാണ്. എല്ലാ കുടുംബത്തിനും പിറുപിറുപ്പ് എന്ന് പറയുന്നത് അങ്ങ് നിറഞ്ഞുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് സകല ജനങ്ങളും മാനസാന്തരപ്പെടണം. ഹല്ലേലൂയ. രക്ഷയെ ദൈവം എത്ര സുലഭമാക്കിക്കൊണ്ടാണ് നമുക്ക് തരുന്നത്. രക്ഷയെ ദൈവം നമുക്ക് സൗജന്യമായി തരികയാണ്. ഹല്ലേലൂയ. രക്ഷ നമ്മോട്ട് പണം കൊടുത്ത് വാങ്ങുന്നതല്ല. നമ്മൾ കൊടുക്കുന്ന ഒരു പണം കൊണ്ട് രക്ഷ വാങ്ങാൻ പറ്റത്തില്ല. ഞാൻ ഈ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ, കഴിഞ്ഞ ദിവസം ഞാൻ സ്തോത്രം മല്ലപ്പള്ളി വഴി യാത്ര മല്ലപ്പള്ളി യാത്ര ചെയ്യുന്ന വഴിക്ക് ഹല്ലേലൂയ, ഒരു ബസ്സിൽ ഒരു ഡ്രൈവർ പാലസാക്കി വണ്ടി നിർത്തുക. അപ്പൊ കണ്ടക്ടർ ഓടി ഇറങ്ങി എല്ലാ പള്ളിയിലും എല്ലാം ഇടത്തും നേർച്ചയിടുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, നമ്മൾ എല്ലായിടത്തും നേർച്ചയിട്ടത് കൊണ്ടോ എല്ലാം കാണിക്കുമ്പോൾ മണ്ഡപത്തിലേക്കും പൈസ എറിഞ്ഞുകൊണ്ട് രക്ഷ കിട്ടത്തില്ല. രക്ഷ അങ്ങനെ പൈസയ്ക്ക് വാങ്ങാൻ കിട്ടുന്നതല്ല. അത് ദൈവം നമുക്ക് സൗജന്യമായിട്ട് തരുന്നതാ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവർ, രക്ഷ സൗജന്യമായി കിട്ടണമെങ്കിൽ നിങ്ങൾ തിരുമുഖത്തേക്ക് നോക്കിയാൽ മതി. നിങ്ങൾക്ക് രക്ഷയാണ് ആവശ്യമെങ്കിൽ, സുരക്ഷിതത്വമാണ് ആവശ്യമെങ്കിൽ, നിന്റെ കുടുംബത്തിന് സമാധാനമാണ്, സ്വസ്ഥതയാണ്, നിന്റെ കുടുംബത്തിനകത്ത് ഐക്യതയാണ് വേണ്ടതെങ്കിൽ, നീ ദൈവമുഖത്തേക്ക് നോക്കുന്നെങ്കിൽ നിനക്ക് രക്ഷ കിട്ടും. അല്ലാതെ നിന്റെ പണം കൊണ്ടൊന്നും നേടാൻ കഴിയത്തില്ല. നമ്മുടെ പണം കൊണ്ട് ഒന്നും നേടാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? അവങ്കിലേക്ക് നോക്കിയാൽ, അവങ്കിലേക്ക് തിരിഞ്ഞാൽ മതി. ദൈവത്തിലേക്ക് നോക്കണം. അവങ്കിലേക്ക് നോക്കി പ്രകാശിതരായിരുന്ന അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ലെന്നൊക്കെ സംഗീതം വായിക്കുന്നില്ലേ? നമ്മൾ കർത്താവിനെ നോക്കണം. അല്ലേ? ഭൂമി മനുഷ്യന്റെ മുഖമല്ല നമുക്ക് ആവശ്യം, ദൈവമുഖം. പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിന്റെ മക്കളെ ദൈവമുഖത്ത് നോക്കാൻ നീ പഠിപ്പിക്കണം. അല്ലേലിയ. പ്രഭാതത്തിൽ എഴുന്നേറ്റ് നിന്റെ മക്കളെ ദൈവമുഖത്ത് നോക്കാൻ പഠിപ്പിക്കുക, അവരെ ദൈവിക പാതയിലൂടെ നടത്തുവാൻ, അവരെ രക്ഷയുടെ ഭദ്രത്തിൽ ഉറപ്പിച്ച് തിരുമുഖം അവരുടെ മേൽ പ്രകാശിപ്പിക്കത്തക്ക നിലയിൽ ആ തിരുമുഖം നോക്കി അവർ യാത്ര ചെയ്യുന്ന നിലയിലൂടെ നമ്മൾ ഓരോ ദിവസം യാത്ര ചെയ്യണം. ഇപ്പൊ നോക്കിയാൽ നമ്മുടെ കേരളത്തിൽ എന്ത് കൊലപാതകങ്ങളാണ് നടക്കുന്നില്ലേ? കേരളത്തിൽ എന്ത് കൊലപാതകങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം കണ്ട് എനിക്കൂടെ വളരെ അതിശയമായി. കാരണം അമ്പലപ്പറമ്പിൽ, പൂരപ്പറമ്പിൽ, ഉത്സവപ്പറമ്പിൽ അല്ലെങ്കിൽ പെരുന്നാൾ നടക്കുന്നത് എന്നുള്ള ഭയങ്കര അടിയും ബേകളവും വടിവാൾ കൊണ്ടും മറ്റ് മാരകായുധങ്ങൾ കൊണ്ടും വെട്ടും കുത്തും മാത്രമല്ല, അല്ലാതെ നോക്കിയാൽ എവിടെ നോക്കിയാലും പരസ്പര സഹോദരങ്ങൾ തമ്മിൽ കുത്തി മലർത്തുന്ന, അടിച്ചു വീഴ്ത്തുന്ന അനുഭവങ്ങൾ. എന്താണ് ഇതൊക്കെ സംഭവിക്കുന്നത്? ഇവരെ ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ എവിടെ നടക്കുന്നു? ഓരോരുത്തരും മതങ്ങൾക്കനുസരിച്ച് മതത്തിന്റെ അവർ വിശ്വാസ കേന്ദ്രമെന്ന് പറയുന്ന അവരുടെ ആ വിശ്വാസ കേന്ദ്രത്തിലാണല്ലോ ഈ പ്രസംഗം നടക്കുന്നത്. ലേരിയ. എന്തുകൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത്? നമ്മൾ ദൈവമായി ബന്ധമില്ലാത്തത് കൊണ്ടാണ്. ദൈവമായിട്ടൊരു ബന്ധമില്ലാതെ നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് മനുഷ്യന്റെ ഉള്ളിൽ പ്രതികാരങ്ങൾ വളരുകയാണ്. എന്നെ കേൾക്കുന്ന മാതാപിതാ, നിന്റെ ഉള്ളിൽ പ്രതികാരം വളരരുത്. നിന്റെ മക്കളുടെ ഉള്ളിൽ നീ പ്രതികാരം വളർത്തിക്കൊടുക്കരുത്. നിന്റെ മക്കൾക്ക് പ്രതികാരമുണ്ടാകുന്ന വാക്കുകൾ, പ്രതികാരം അനുഭവം, മറ്റുള്ളവരോട് ഇടച്ചുണ്ടാക്കുന്ന വാക്കുകൾ നീ കുടുംബത്തിൽ പോലും സംസാരിക്കരുത്. നമ്മൾക്ക് മക്കളോടൊക്കെ മാന്യമായ രീതിയിൽ സംസാരിച്ച് കുടുംബത്തിനകത്ത് ഭാര്യ ഭർത്താക്കന്മാരും മാന്യമായിട്ട് സംസാരിക്കണം. ഇന്നത്തെ ദൈവസഭ കണ്ടിട്ടില്ലേ? ദൈവസഭയിലെ ദൈവദാസന്മാരും മക്കൾ പോലും, വിശ്വാസികളും മക്കൾക്ക് പോലും വിശ്വാസം വേണ്ട. ഇന്ന് പല പാസ്റ്റർമാരും മക്കൾ വിശ്വാസം വിട്ടുപോയി. പല വിശ്വാസികളും മക്കൾ വിശ്വാസം വിട്ടുപോയി മറ്റ് ജാതികളും വിവാഹം കഴിച്ചൊരുവട്ട് ബന്ധം പുലർത്തി. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്? ദൈവദാസന്മാരുടെ മാതൃകയില്ലാത്ത, ദൈവസഭയുടെ മാതൃകയില്ലാത്ത, വിശ്വാസികളുടെ മാതൃകയില്ലാത്ത ജീവിതവും പ്രവൃത്തിയും അവരുടെ സഭയ്ക്കകത്തെ അടിയും ബഹളും ഭവനത്തിൽ വന്നുള്ള പ്രവൃത്തിയും കണ്ടിട്ട് നമ്മുടെ തലമുറ മടുത്തു. ഇതൊക്കെ ആദിമസഭയിലില്ലായിരുന്നു. അല്ലെങ്കിൽ അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ മാതാപിത, നമ്മുടെ സഭയോട് ശുദ്ധീകരിക്കപ്പെടട്ടെ. നമ്മുടെ സഭയിൽ പറയണം, കർത്താവേ, സൈന്യങ്ങളുടെ ദൈവമായി യഹോവേ, ഹല്ലേലൂയ, സൈന്യങ്ങളെ ദൈവമായി യഹോവേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമെന്ന് ദൈവസഭ കരയണം. ദൈവദാസന്മാർ കരയണം. ദൈവമക്കൾ കരയണം. എന്നിട്ട് ഞങ്ങളുടെ സഭ
ഞങ്ങളുടെ കുടുംബം രക്ഷപ്പെടണം, ഞങ്ങളുടെ തിരുമുഖം പ്രകാശിപ്പിക്കണം. ദൈവസഭ കരയട്ടെ, ദൈവമക്കൾ കരയട്ടെ. ദൈവസഭയ്ക്കകത്ത് ഉപവാസമില്ല, പ്രാർത്ഥനയില്ല, സമർപ്പണമില്ല, വിശുദ്ധിയില്ല, കാത്തിരിപ്പ് യോഗങ്ങളില്ല. ആമെ ഒന്നുമില്ല. ദൈവസഭ ഇന്നല്ല ഒരു ദിനം നൽകിയ ഒരു ചടങ്ങായി മാറിയും. പണ്ടൊക്കെ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവരൊക്കെ ഇപ്പം കാലുവേദന, കൈവേദന, നടുവേദന, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, പിന്നെ തിരക്കിട്ട് ബിസി, അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ പറഞ്ഞ് പലരും ഒഴിഞ്ഞു മാറുക. ഹല്ലേലൂയ. അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ വന്നിട്ട് നമ്മുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെ എല്ലാ കുടുംബവും അങ്ങനെ പ്രാർത്ഥിക്കണം ഞാൻ പറയുന്നത്. ഇവിടെ ഞാനൊരു ജാതിയെ കുറിച്ച് പറയുന്നില്ല, എല്ലാവരെയും കുറിച്ച് പറയട്ടെ. ഇവിടുത്തെ ക്രൈസ്തവരായിരുന്നാലും, ഇവിടുത്തെ ഇസ്ലാം ആയിരുന്നാലും, ഇവിടുത്തെ ഹിന്ദു ആയിരുന്നാലും, ഇവിടുത്തെ പെന്തക്കോസ്തൻ, ഇനി ബുദ്ധ മതക്കാരൻ, ജൈന മതക്കാരനായിരുന്ന ആരായിരുന്നാലും നമ്മുടെ കുടുംബം രക്ഷപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കുടുംബം രക്ഷപ്പെടാൻ വേണ്ടി ഹല്ലേലൂയ പ്രാർത്ഥിക്കണം. നമ്മുടെ കുടുംബത്തിനകത്ത് അരാജകത്വം വരരുത്, കണ്ണുനീര് വരരുത്, മരണം മണി നമ്മുടെ കുടുംബത്തിനകത്ത് മുഴങ്ങരുത്. മരണത്തിന്റെ മണിനാഥം നമ്മുടെ കുടുംബത്തിനകത്ത് മുഴങ്ങാതിരിക്കുവാൻ നീ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. പല കുടുംബങ്ങൾക്കകത്തും മരണമണികളാണ്. പലർക്കും മലരിയ. പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. പുറത്തേക്ക് ഇറങ്ങിയാൽ തിരിച്ച് വീട്ടിൽ വരുമോ എന്നുള്ള സംശയം പലരുടെ ഉള്ളിൽ തളം കെട്ടി നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഹല്ലേലൂയ. ലോകത്തോടുള്ള ലോകത്തോട് കൂട്ടുകൂടി ലോകത്തിന്റെ ഇമ്പങ്ങൾ നടന്ന പ്രതികാരത്തിന്റെ വഴിയിൽ ഉണ്ടാക്കി കൊടുത്ത് മനുഷ്യനെ തമ്മിൽ അടിച്ചും കലഹിച്ചും പലരെയും വെട്ടിവീഴ്ത്തി അടിച്ചു വീഴ്ത്തിയിട്ട് ഇപ്പം പുറത്തിറങ്ങാൻ കഴിയാത്ത എത്രയോ ആളുകൾ. എന്നെ കേൾക്കുന്ന കുറിച്ച് നമുക്കിതൊക്കെ അങ്ങ് നിർത്താം. ഇതൊക്കെ അങ്ങ് നിർത്തിയിട്ട് നമുക്ക് സഹോദരങ്ങളെ പോലെ സ്നേഹിക്കാം. മതം ഏതാകട്ടെ, നമുക്ക് സഹോദരന്മാരെ പോലെ സ്നേഹിച്ച് പരസ്പരം വിശ്വാസം നിലനിർത്തി ദൈവസ്നേഹത്തിൽ നിറയപ്പെടാം. അല്ലേ? മതത്തിന്റെ പേരിലാണ് അടി നടക്കുന്നത്, ബഹളം. മതത്തിന്റെ പേരിൽ അടിയുണ്ടാക്കിയെന്ന്, മതത്തിന്റെ പേരിൽ രാഷ്ട്രീയത്തിന് പേരിൽ രാഷ്ട്രീയം വളർത്താൻ വേണ്ടി മതം അതിനകത്ത് കുത്തിക്കലർത്തി. അല്ലേരിയ. രാഷ്ട്രീയ മതം കുത്തിക്കലർത്തി, മതത്തിനകത്ത് രാഷ്ട്രീയം കുത്തിക്കലർത്തി, ഇടർച്ചകൾ വരുത്തി. അതിന്റെ പേരിൽ എത്രയോ ആളുകളാണ് രക്തസാക്ഷിത്വം വരിക്കുന്നത്. ഇന്നത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മതം വളർത്ത വർഗീയ സ്പർദ്ധയാണ്. ഇന്നത്തെ മതത്തിനകത്തും എന്തോ സ്പർദ്ധ. മതം എന്താണ് കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്? അവരുടെ ഉള്ളിൽ ചെറുപ്പകാലത്ത് തന്നെ ദൈവിക വിദ്വേഷം പറഞ്ഞു വരുത്തി അവരെ ദൈവത്തിൽ നിന്ന് അകറ്റി പരസ്പരം വൈരാഗ്യ മനോഭാവം ഉണ്ടാക്കി കൊടുക്കുന്ന പഠിപ്പിക്കലുകളാണ് സഭയ്ക്കകത്ത് നിൽക്കുന്നത്, പല മതങ്ങളിലും നിൽക്കുന്നത്. അല്ല, നിങ്ങൾ പറയട്ടെ, ഞാൻ പള്ളിയോട്ട് സംസാരിക്കാറുണ്ട്. ഹല്ലേലൂയ. എന്നോടൊരു കൊച്ചു പറഞ്ഞു, എൻ്റെ ചേട്ടാ, ഞങ്ങളുടെ സഭയിൽ ചേട്ടൻ പറയുന്നവരില്ല പഠിപ്പിക്കുന്നത്. ഞങ്ങളുടെ സഭയിൽ പഠിപ്പിക്കുന്ന ചേട്ടനോട് പറഞ്ഞ ചേട്ടൻ എന്നെപ്പോലും ഇഷ്ടപ്പെടത്തില്ല, എന്നോട് പോലും ഇണങ്ങുന്നത്. ഞാൻ ആ കുഞ്ഞിനോട് ചോദിച്ചു, എന്താ മോനെ എൻ്റെ സഭയിൽ പഠിപ്പിക്കുന്നത്? അവൻ എന്നോട് ഭയങ്കര ഇഷ്ടമാണ്, എനിക്കവനും ഭയങ്കര ഇഷ്ടമാണ്. കാരണം എപ്പം കണ്ടാലും ഒരു വർത്താനം അനുസരിച്ചിരിക്കും. ഞാൻ നല്ല നല്ല കുട്ടികളാണ്. അപ്പം അവനോട് അവൻ്റെ സത്യം പറഞ്ഞിട്ട് ആരാണ് നിങ്ങൾ ചോദിക്കാതെ, അവൻ ഞങ്ങളുടെ സഭയിൽ എന്നും ഇതാ പഠിപ്പിക്കുന്നത്, ഞങ്ങളുടെ മതത്തിൽ എന്നും ഇതാ. ഞാൻ പറയും, മോനെ അതൊക്കെ അവർ പഠിപ്പിച്ചിട്ട്, പക്ഷെ നീ അതൊന്നും കേൾക്കരുത്, നീയൊന്നും കേൾക്കരുത്. നീ മറ്റുള്ളവരെ സ്നേഹിക്കണം, മറ്റുള്ളവരെ കരുതണം. ആരോടും നീ പ്രതികാരം വെച്ചുകൊണ്ടിരിക്കരുത്. ഈ ഒരു മതത്തോട് നിന്റെ ഉള്ളിൽ വിദ്വേഷം ഉണ്ടാകരുത്. ഒരു മതത്തോട് നിന്റെ ഉള്ളിൽ വിദ്വേഷം ഉണ്ടാകുന്ന ആരുടെ ആചാരത്തോടും അനുഷ്ഠാനങ്ങളോടും അവർ ചെയ്യുന്ന ഒരു കർമ്മങ്ങളോടും നിനക്ക് വിദ്വേഷം ഉണ്ടാകരുത്. നീയായിട്ട് അങ്ങ് ജീവിച്ചാൽ മതി. ലേലിയ. ഞാൻ ആ കുട്ടിയോട് പറഞ്ഞിട്ടു, അവൻ എനിക്ക് പലപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംസാരിച്ചു. ചെറിയ കുട്ടിയാണ്, പക്ഷേ അവൻ്റെ ഉള്ളിൽ എന്തോ ദൈവസ്നേഹം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അവനൊരു തർക്കമൊക്കെ ഉണ്ട്, പെട്ടെന്ന് എനിക്ക് വന്നിട്ട് ചോദിക്കും കേട്ടോ. ഫ്രൈസോ, എനിക്ക് അങ്ങനെയുള്ളവരൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അല്ലേ ഏരിയ. കാരണം ഒരു കാലത്ത് എനിക്കിത് അറിയില്ല, അറിയാതെ വന്ന കാലം ഞാൻ പലരോട് ചോദിച്ചവന് കേട്ടാണ് നമ്മളിതൊക്കെ മനസ്സിലാക്കിയത്. പിന്നെ ദൈവസേന പഠിച്ചതാണ്. അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും, കർത്താവ് എല്ലാവരും രക്ഷപ്പെടണം, എനിക്ക് ചുറ്റിലുമുള്ള സകല ജാതികളും രക്ഷപ്പെടണം, തിരുമുഖം അവരുടെ മേൽ പ്രകാശിപ്പിക്കണമെന്ന് ഞാൻ അനുദിനം പ്രാർത്ഥിക്കുന്നയാളാണ്. എനിക്ക് മാത്രമല്ല, ഞാൻ നിൽക്കുന്ന സമൂഹത്തിന് മാത്രമല്ല, ഞാൻ നിൽക്കുന്ന സഭയ്ക്ക് മാത്രമല്ല, ഞാൻ ഉൾക്കൊണ്ട് നിൽക്കുന്ന ഈ കേരളത്തിലെ, ഭാരതത്തിലെ, ഞാൻ ഉൾക്കൊണ്ടുന്ന ഈ ലോകരാജ്യങ്ങൾ, സകല ജനം, എല്ലാവരെയും ഒന്നും എനിക്കും അറിയത്തില്ല, അവർക്കും എന്നെ അറിയത്തില്ല. എങ്കിലും ഞാൻ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ? കർത്താവ് എല്ലാവരുടെ വിധത്തിലൂകം പ്രകാശിപ്പിക്കണമേ. സമാധാനം ഒരു ജീവിതം, സമാധാന ജീവിതം അത് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഹല്ലേലൂയ. കുടുംബത്തിനകത്ത് നിറയണ്ടേ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന് വചനം വായിക്കുമ്പോൾ കാണുന്നത്, മരുഭൂമിയിൽ വെച്ച് ഹല്ലേലൂയ സർപ്പങ്ങളാൽ ഹല്ലേലൂയ മനുഷ്യൻ ഹല്ലേലൂയ മരണപ്പെട്ട് നമുക്കറിയാം. ഹല്ലേലൂയ. മരണത്തെ നോക്കി സ്തോത്രം ഇരുന്ന ജനത്തെ അറിയാം. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ വെച്ച് സ്തോത്രം സർപ്പത്താൽ തീണ്ടപ്പെട്ട് ആ മരണത്തെ നോക്കി ചെന്നുകൊണ്ടിരുന്നതിനാൽ
ഉയർത്തപ്പെട്ട വെങ്കല സർപ്പത്തെ നോക്കിയാൽ മാത്രം മതിയായിരുന്നു. സർപ്പത്തിന്റെ വിഷം അവരിൽ നിന്ന് നീങ്ങിപ്പോകുമായിരുന്നു. കർത്താവിന്റെ ജീവൻ അവരിലേക്ക് ഇറങ്ങി വന്നു. ഇന്ന് കാൽവരി ക്രൂശിൽ ഉയർത്തപ്പെട്ട ദൈവപുത്രന്റെ മുഖത്തേക്ക് നോക്കിയാൽ നിങ്ങളുടെ കണ്ണുകൾ ഉയർത്തും. കാരണം മരുഭൂമിയിൽ വെച്ച് അല്ലെങ്കിൽ സർപ്പം കടിച്ചാൽ പിച്ചള സർപ്പത്തെ വെച്ച് അതിനെ നോക്കിയാൽ എന്ത് ചെയ്യും? ആ വിഷം ഏൽക്കാൻ നമുക്ക് മോചനം പ്രാപിക്കാന്നാണ് പറയുന്നത്. ഇവിടെ പുതിയ നിയമത്തിലേക്ക് വരും. ഈ സർപ്പം എന്ന് പറയുന്ന സാത്താനാ അല്ലേരിയ. ഈ സർപ്പം എന്ന സാത്താൻ നിന്റെ ഉള്ളിൽ വിഷം കുത്തുവാൻ ആഗ്രഹിക്കുക. സാത്താൻ നിന്റെ ഉള്ളിൽ വിഷം കുത്തിവെച്ച് നിന്റെ ഇടർച്ചക്കാരനാക്കി മാറ്റുവാൻ ശ്രമിക്കുമ്പോൾ കാൽവറിയിൽ നിനക്ക് വേണ്ടി പരമയാഗമായി തീർന്ന കർത്താവിന്റെ തിരുമുഖത്തേക്ക് നീ നോക്കണം. കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കുന്നെങ്കിൽ ദൈവം നിന്നെ പാപത്തിന്റെ വഴിയിൽ നിന്ന് വിടിവിക്കുക തന്നെ ചെയ്യും. അല്ലേരിയ. നമ്മൾ ദൈവത്തിന്റെ വചനമൊക്കെ വായിക്കുമ്പോൾ കാണുന്നത് ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് ഇങ്ങനെ കാണാം. ലൂക്കോസ് സുവിശേഷം 19 അധ്യായത്തിൽ സക്കായിയെ കുറിച്ച് പറയുന്ന ഒരു ഭാഗമുണ്ട്. അല്ലേരിയ. ഭാഗം നമുക്കൊന്ന് വായിച്ചു പോകാം. അല്ലേരിയ. ലൂക്കോസ് സുവിശേഷം 19 അധ്യായം അതിന്റെ 9 വാക്യം. യേശു അവരോട്, ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. കാണാതെ പോയതിനെ തിരഞ്ഞ് രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നതെന്ന് കാണാൻ കഴിയും. അപ്പോൾ ലൂക്കോസ് സുവിശേഷം 19 അധ്യായം 1 തൊട്ട് അല്ലേരിയ അതിന്റെ 10 വരെയുള്ള വാക്യങ്ങൾ അതിപ്രശസ്തമായ വാക്യമാണ്. അല്ലേരിയ. ചുങ്കക്കാരന്റെ മാനസാന്തരമാണ്. അല്ലേരിയ. ചുങ്കക്കാരൻ യേശുവിനെ കാണാനുള്ള തിടുക്കം. അല്ലേരിയ. എന്താണ് അവിടെ? ചുങ്കക്കാരനും പ്രമാണിയും ധനവാനുമായ സക്കായി യേശുവിന്റെ മുഖം കാണേണ്ടതിന് ആഗ്രഹിച്ച് കാട്ടത്തിന്മേൽ കയറി. ലേരിയ. അവൻ ചുങ്കം പിരിച്ച് നടക്കുമ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തു വരുന്നു എന്നുള്ളത് കേട്ടിട്ട് എന്ത് ചെയ്തു? കർത്താവിന്റെ തിരുമുഖം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നറിയോ? അവൻ കാട്ടത്തിമേൽ വലിഞ്ഞു കയറി. അല്ലേരിയ. ആ ആഗ്രഹത്തെ യേശു കണ്ടു. അവൻ ചുങ്കക്കാരന്റെ ആഗ്രഹത്തെ യേശു കണ്ടു. അല്ലേരിയ. എരിഹൂം വഴിയായി ചെന്നുകൊണ്ടിരുന്ന യേശു ആ കാട്ടത്തിയുടെ അരികിൽ വന്നപ്പം നിന്നു. അല്ലേരിയ. സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു എന്ന് യേശു പറയുകയാണ്. അല്ലേ? സക്കായിയെ, വേഗം ഇറങ്ങി വാ. അപ്പൊ അതിന്റെ ലൂക്കോസ് സുവിശേഷം 19 അധ്യായം 8 വാക്യം വാങ്ങിക്കാണ്. അപ്പം യേശുവിന്റെ തിരുമുഖം കാണാൻ വേണ്ടി ആഗ്രഹിച്ച സക്കായി കാട്ടത്തിമേൽ കയറിയത് യേശു കണ്ട കാട്ടത്തിയുടെ ചുവട്ടിൽ വന്നിട്ട് യേശു മേൽപോട്ട് നോക്കി, സക്കായിയെ, വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു അല്ല എന്ന് പറഞ്ഞു. സക്കായി യേശുവിനെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പോയപ്പോൾ യേശു പറഞ്ഞു, ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. ഹല്ലേലൂയ. ഇന്ന് യേശു അവർ ഇന്ന് ഈ വീടിന് രക്ഷ വന്നു. ഹല്ലേലൂയ. നമ്മുടെ വീടിന് രക്ഷ വരണം. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന എല്ലാ സമുദായത്തിൽപ്പെട്ടവരുടെ നമ്മുടെ വീടിന് രക്ഷ വരണം. സക്കായി യേശുവിനെ സ്വീകരിച്ചതുപോലെ ആ തിരുമുഖം കാണാൻ വേണ്ടി അല്ലെങ്കിൽ സക്കായി ആഗ്രഹിച്ചതുപോലെ അത് കർത്താവ് സഫലമാക്കി അവന്റെ ആഗ്രഹത്തെ സാധിപ്പിച്ചു കൊടുത്ത് അവന്റെ വീട്ടിൽ യേശു ചെന്നതുപോലെ അത് മുഖാന്തരം അതുവരെ ഉണ്ടായിരുന്ന ഒരു കുടുംബത്തിന്റെ രാജകത്വങ്ങളിൽ മാറി ആ കുടുംബത്തിനകത്ത് രക്ഷ വന്നു എങ്കിൽ അല്ലേലിയ, എന്നെ കേൾക്കുന്ന മാതാപിതാ, നിന്റെ കുടുംബത്തിലെ രക്ഷ വരണം. പ്രൈസലോ. അപ്പം അല്ലേലിയ, ഇന്ന് ഇവൻ രക്ഷ വന്ന് ഇവനും അബ്രഹാമിന്റെ മകനാകുന്നു എന്ന് പറഞ്ഞു. അല്ലേലിയ. നിങ്ങൾ കുടുംബമായി കർത്താവിന്റെ മുഖത്തെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി നോക്കി കാണുമ്പോൾ നിങ്ങളുടെ കുടുംബം മുഴുവനായ രക്ഷയിലേക്ക് വരും. അല്ലേലിയ. ഈ കാലഘട്ടം നമ്മൾ വളരെ ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, ദൈവത്തോട് കരയണം, നിലവിളിക്കണം. ഈ ലോകത്തിന്റെ പാപസുഖങ്ങളൊന്നും നമ്മളെ നേരായ വഴിയിലൂടെ നടത്തുന്നതല്ല. ഈ ലോകത്തിന്റെ ലോകസുഖങ്ങളൊന്നും നമ്മെ സത്യത്തിലേക്ക് നടത്തുന്നതല്ല. നമുക്ക് അനവധി കൂട്ടുകാരുണ്ട്, ഒരുപാട് ഫ്രണ്ടുകളുണ്ട്. അവരൊന്നും നമ്മെ നേരായ വഴിയിലേക്ക് നടത്തുന്നവരല്ല. അവരെല്ലാം ഹല്ലേലൂയ സ്തോത്രം എന്താണ്? ആ താൽക്കാലിക സ്നേഹങ്ങളാണ്. ഹല്ലേലൂയ. ഇന്ന് യഥാർത്ഥ സ്നേഹം പങ്കുവെക്കുന്നവരിൽ എല്ലാവരും കാര്യം കാണാൻ വേണ്ടി സ്നേഹിക്കുന്നവരാണ്. കാര്യം കാണാൻ വേണ്ടിയിട്ട് എന്ത് ചക്രവാക്കും മുഖസ്ഥിതിയൊക്കെ പറഞ്ഞ് അവനെ മയക്കിയെടുക്കാൻ മനുഷ്യൻ വളരെ ബിരുദുള്ളവനാണ്. എന്നെ കേൾക്കുന്ന ആമേ സഹോദരി, എന്നെ കേൾക്കുന്ന യുവാക്കന്മാരോട് പറയട്ടെ, പ്രത്യേകിച്ച് പെൺകുട്ടികളോട് പറയട്ടെ, നിന്നോട് ആമേ ചക്രവാക്കും മുഖസ്തുതിയും പറഞ്ഞ് നിന്നെ സ്നേഹം പ്രമാണിച്ച് നിന്നെ വശത്താക്കാൻ ശ്രമിക്കുന്ന കാപട്യം നിറഞ്ഞ സാത്താന്റെ സന്തതികളുണ്ട്. അതിനെ നീ തിരിച്ചറിയണം കേട്ടോ. നിന്നെ സ്നേഹിച്ച് നിന്നോട് സ്നേഹം നടിച്ച് നിന്റെ ഇത് വാങ്ങാവുന്നതിൽ നിന്നെ നശിപ്പിച്ചിട്ട് അവന്റെ വഴിക്ക് പോകും. പിന്നെ ജീവിത അവതാളത്തിലകത്തുകൊണ്ട് ആമി ചക്രവാക്കും മുഖസ്തുതിയും പറഞ്ഞ് നിന്റെ അടുക്കുന്നവളെ നീ സൂക്ഷിച്ചോണം കേട്ടോ. ലേരിയ. ഞാനിത് പറയുമ്പോൾ ഞാൻ ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരുപാട് മാതാപിതാക്കള് എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. പാസ്റ്റർ, എൻ്റെ മോൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കാം. കേട്ടിട്ട് സങ്കടം കൊണ്ട് പറയുന്ന കേട്ടോ.
പല മാതാപിതാക്കളിലും വേദന, ഹൃദയത്തിന്റെ സങ്കടം കേട്ടിട്ടാണ് പറയുന്നത്. അപ്പൊ ഞാൻ അവരോടും പറയാറുണ്ട്, നിങ്ങളുടെ മക്കൾ നിങ്ങളെ അനുസരിക്കാതെ പോയത്, നിങ്ങളുടെ മക്കൾ നിങ്ങളെ ബഹുമാനിക്കാതെ പോയത്, നിങ്ങളുടെ വാക്ക് കേൾക്കാതെ പോയത്, നിങ്ങൾ ബാല്യത്തിലെ നിങ്ങളുടെ മക്കളെ വളർത്തിയ വഴി ശരിയല്ല. ബാല്യത്തിൽ നമ്മുടെ കുട്ടികളെ വളർത്തിയ വഴി ശരിയായിരുന്നെങ്കിൽ നമ്മുടെ കുട്ടികൾ നമ്മൾ പറയുന്നത് കേട്ടേനെ. ബാല്യത്തിലെ നമ്മുടെ കുട്ടികളെ കർത്താവിന്റെ തിരുമുഖം കാണാൻ വേണ്ടി, കർത്താവിന്റെ തിരുമുഖം പ്രകാശിപ്പിക്കാൻ വേണ്ടി, കർത്താവിന്റെ മുഖം നോക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിച്ചിരുന്നെങ്കിൽ നിന്റെ മക്കൾ ചക്രവാക്കും മുഖസ്തുതിയും പറയുന്നവരുടെ ഇമ്പങ്ങളിൽ കുടുങ്ങിപ്പോകുകയില്ല. അതിന് മാതാപിതാക്കളും മാനസാന്തരപ്പെടണം കേട്ടോ. പ്രശ്നം വന്നു കഴിയുമ്പോൾ, സങ്കീർണത വന്നു കഴിയുമ്പോൾ, കുടുംബത്തിനൊക്കെ പരാജയം വരുമ്പോൾ എല്ലാവർക്കും പ്രാർത്ഥന ആവശ്യമാണ്. എന്നാൽ ഞങ്ങൾ വീട് തോറും കയറി ഇറങ്ങി പഠനം തോറും നിങ്ങൾ വിളിച്ചു പറയുന്നതാ, നിന്റെ കുടുംബത്തിന് രക്ഷ വരണമെന്ന. സക്കായിയുടെ കുടുംബത്തിന് രക്ഷ വന്നുപോലെ നിന്റെ കുടുംബത്തിനകത്ത് രക്ഷ വരണം. ഹല്ലേലൂയ. നിനക്കൊരു രക്ഷ തരാൻ ദൈവം ആഗ്രഹിക്കുക. അവിടെ ജാതിക്കല്ല പ്രാധാന്യം, മതത്തിനല്ല പ്രാധാന്യം, രാഷ്ട്രീയത്തിനല്ല പ്രാധാന്യം കേട്ടോ. ഇവിടെ പണത്തിനല്ല പ്രാധാന്യം. നിന്റെ കുടുംബത്തെ ദൈവം ആഗ്രഹിക്കുന്നു. നിന്റെ കുടുംബം മുഴുവൻ രക്ഷയിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താ നടക്കുന്നത്? ഇന്നത്തെ കാലഘട്ടത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങളെ കുറിച്ച് ഞാനും നിങ്ങളും പഠിച്ചു കഴിയുമ്പോൾ എവിടെയെങ്കിലും രക്ഷയുണ്ടോ? ഏതെങ്കിലും വീടിന് രക്ഷയുണ്ടോ? ഏതെങ്കിലും കുടുംബത്തിന് രക്ഷയുണ്ടോ? ആരുടെയെങ്കിലും ജീവിതത്തിൽ രക്ഷയുണ്ടോ? അല്ലെങ്കിൽ രക്ഷയുടെ അനുഭവത്തിൽ ആരെങ്കിലും ജീവിക്കുന്നുണ്ടോ? രക്ഷയുടെ സന്തോഷം ആർക്കെങ്കിലും ഉണ്ടോ? പാപത്താൻ നിറയപ്പെട്ട് രക്ഷയുടെ സന്തോഷം നഷ്ടപ്പെട്ടു പോയവരല്ലേ സകല മനുഷ്യരും. ഹല്ലേലൂയ. വെറും താവിൽ സ്വാർത്ഥത കൊണ്ട് ജീവിക്കുന്നത് എത്ര പേരാണ്? സ്വാർത്ഥത കൊണ്ട് ജീവിക്കുന്നവർ. ഞാനെന്നുള്ള ഭാവം, എനിക്കെന്നുള്ള ഭാഗം, എന്റേതെന്നുള്ളത് മനുഷ്യനുള്ള ഈഗോ എന്നൊക്കെ പറയരേ. അല്ലേരിയ എനിക്കുണ്ട്, ഞാൻ വലിയവനാണ്, ഞാൻ ധനാഢ്യനാണ്, ഞാൻ സമ്പന്ന കോടീശനാണ്, എനിക്ക് ആരുടെ ഒന്നും വേണ്ട, എനിക്കുള്ളതല്ല ഞാൻ ഉണ്ടാക്കട്ടെ, എൻ്റെ 2-3 തലമുറയ്ക്കുള്ള ഞാൻ ഉണ്ടാക്കട്ടെ എന്തൊക്കെ പറഞ്ഞ് അഹങ്കരിക്കുന്ന സഹോദര സഹോദരി, നിന്റെ കുടുംബത്തിൽ രക്ഷയുണ്ടോ? ഇവിടുത്തെ ധനാഢ്യന്മാരോട് ചോദിക്കട്ടെ, ഇവിടുത്തെ കോടീശ്വരന്മാരോട് ചോദിക്കട്ടെ, ഇവിടുത്തെ വലിയ ഫാക്ടറികളും കമ്പനികളും നടത്തുന്ന വരും ചെറുതുമായി വ്യാപാരി വ്യവസായികളോട്, കോടാനുകോടി രൂപയുടെ സമ്പത്തുള്ള കോടീശ്വര പദവി നിൽക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ കുടുംബത്തിന് രക്ഷയുണ്ടോ? നിന്റെ കുടുംബത്തിൽ പണം കാണും, നിന്റെ കുടുംബത്തിന് പണം കാണും, പേരും പ്രശസ്തിയൊക്കെ കാണും, ഒരുപാട് പേരുടെ ബഹുമാനം ആദരവൊക്കെ ഇട്ട് കാണും. ഒരുപക്ഷെ പത്മഭൂഷണൊക്കെ കിട്ടിയേക്കാം, പത്മശ്രീ, പത്മഭൂഷണോ അല്ലെങ്കിൽ ഭാരതത്തിനൊക്കെ, അതൊക്കെ എന്റെ കുറെ എണ്ണമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കിട്ടിയേക്കാം. പക്ഷെ നിന്റെ കുടുംബത്തിൽ രക്ഷയുണ്ടോ സഹോദര? നിന്റെ കുടുംബത്തിൽ രക്ഷയുണ്ടോ? നിന്റെ മക്കളിന് രക്ഷയുണ്ടോ? ദൈവത്തിന്റെ തിരുമുഖം നിന്റെ കുടുംബത്തിനകത്ത് പ്രകാശിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ നിന്റെ സമ്പത്തിലല്ല നിനക്ക് രക്ഷ. നിന്റെ പണത്തിലല്ല, നിന്റെ പേരിലല്ല, നിന്റെ വിദ്യാഭ്യാസത്തിലല്ല. നിനക്ക് ഒരുപാട് ഡിഗ്രി ഉള്ളത് കൊണ്ട് നിനക്ക് രക്ഷയില്ല. രക്ഷ പ്രാപിക്കണമെങ്കിൽ നീ യേശുവിലേക്ക് വരണം. രക്ഷ എന്ന് പറഞ്ഞ് ദൈവം നമുക്ക് സൗജന്യമായിട്ട് തരുന്നതാണ്. ഹല്ലേലൂയ. ഒരുപാട് ഫാക്ടറികൾ ഉള്ളത് കൊണ്ടോ കമ്പനികൾ ഉള്ളത് കൊണ്ടോ നിന്റെ കുടുംബത്തിന് രക്ഷയില്ല. രാഷ്ട്രീയത്തിന്റെ ഉന്നത സ്ഥാനങ്ങൾ ഇരുന്നത് കൊണ്ടോ, ലോകരാജ്യങ്ങളുടെ പ്രഥമ സ്ഥാനങ്ങളിൽ ഇരുന്ന് ഈ അരളവനായിരുന്നാലും, നീ ഏതെങ്കിലും രാജ്യത്തിന്റെ രാജാവായിരുന്ന രാജ്ഞിയായിരുന്നാലും, ഏതെങ്കിലും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയിരുന്നാലും, രാജ്യത്തിന്റെ പ്രഥമ സ്ഥാനങ്ങളിലേക്ക് ഏതെങ്കിലും രാജ്യങ്ങളുടെ പ്രഥമ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരായിരുന്നാലും, നിന്റെ കുടുംബത്തിനകത്ത് രക്ഷയുണ്ടോ? നിന്റെ ജീവിതത്തിൽ രക്ഷയുണ്ടോ? രക്ഷകനെ നീ സ്വീകരിച്ചിട്ടുണ്ടോ? രക്ഷകനെ നിന്റെ ഹൃദയത്തിന് വഹിച്ചിട്ടുണ്ടോ? രക്ഷകനെ നിന്റെ ഹൃദയത്തിനകത്ത് സ്ഥാനം കൊടുത്തിട്ടുണ്ടോ? ചുങ്കക്കാരനും പ്രമാണിയുമായിരുന്ന സക്കായിക്ക് ഇത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അവൻ യേശുവിന്റെ തിരുമുഖം കാണാൻ ആഗ്രഹിച്ച കാട്ടത്തിൽ ബന്ധപ്പെട്ട് കയറി. ഹല്ലേലൂയ. സ്തോത്രം. നമുക്കൊരാഗ്രഹം ഉണ്ടാകണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ആഗ്രഹം ഉണ്ടാകണം. ഞാനൊക്കെ പാപത്തിന്റെ വഴിയിൽ കിടന്നതാണ്. പാപത്തിന്റെ ശാപത്തിന്റെ പാതാളത്തിന്റെ വഴിയിൽ കിടന്ന, നാശകൂപത്തിൽ കിടന്ന എന്നെയാണ് ദൈവം വിളിച്ചു വേർതിരിച്ച് സ്വർഗീയ പാതയിലേക്ക്, സ്വർഗീയ വഴിയിലേക്ക് കൊണ്ടു നിർത്തി എന്നോട് പറഞ്ഞ്, കർത്താവ് പറഞ്ഞു, നീ രക്ഷ പ്രാപിക്കണം. എന്റെ തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇതുവരെ നിന്റെ മേലുള്ള ഇരുളിന്റെ മുഖവും സാത്താന്റെ മുഖം, അവനാണ് നിന്നെ നടത്തുന്നത്, അവനാണ് നിന്നെ നയിക്കുന്നത്. നിന്റെ പ്രകസനവും നിന്റെ പൊങ്ങച്ചവും നിന്റെ വമ്പുവൊന്നും എനിക്ക് വേണ്ട. എനിക്ക് നിന്റെ ഹൃദയം വേണം. എന്റെ ഉള്ളിലെ സത്യം നിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തിലേക്ക് വെക്കണം. അതുകൊണ്ട് നിന്നെ ഞാൻ ലോകത്തിന് വേർതിരിക്കുക. നിന്റെ പാപത്തിന്റെ കറകളെ കഴുകുവാൻ ഞാൻ ക്രൂശിലൊഴുകിയ രക്തത്തിനെ കഴിയുള്ളൂ. ആ ക്രൂശിൽ ഞാൻ നിനക്ക് വേണ്ടി പിടഞ്ഞു മരിച്ചപ്പോൾ എന്റെ തിരുമുഖം നീ ശ്രദ്ധിച്ചോ? എന്റെ തിരുമുഖത്തേക്ക് നീ നോക്കിയോ? ഹല്ലേലൂയ.
ഇങ്ങനെയൊക്കെയുള്ള ചില സന്ദേശങ്ങൾ എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിശ്വാസത്താൽ എൻ്റെ കർത്താവ് ക്രൂശിൽ പിടഞ്ഞു മരിച്ചതിനെ കുറിച്ച് എൻ്റെ ഹൃദയത്തിൽ ഒരു ബോധ്യം വന്നു. ലേരിയ അത് വിശ്വാസത്താല കേട്ടോ. ലേരിയ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എനിക്ക് രക്ഷ ആവശ്യമാണ്, ആ തിരുമുഖവിൻ്റെ പ്രകാശിപ്പിക്കണം. ആമേ സക്കായി യേശുവിനെ കാണാൻ ആഗ്രഹിച്ചതുപോലെ ഞാനും യേശുവിനെ കാണാൻ ആഗ്രഹിച്ചു. യേശു എനിക്ക് തിരുമുഖം പ്രകാശിപ്പിച്ചു തന്ന അതാണ് ഇന്ന് എൻ്റെ ജീവിതം എന്ന് പറയുന്നത് കേട്ടോ. ലേരിയ എനിക്ക് കേൾക്കുന്ന മാതാവി പിതാവി, നമ്മൾ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ലേലിയ സ്വോത്രം. ഇവിടെ നാം ദൈവത്തിന് വരം വായികൾ കാണാൻ കഴിയുന്നത്, ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് ഈ ദിനവൃത്താന്ത പുസ്തകം വായിക്കുമ്പോൾ ചില കാര്യങ്ങൾ കാണാൻ കഴിയും. ലേലിയ ദിനവൃത്താന്ത പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് യഹോശാഫാത്തിനെ കുറിച്ചാണ്. ലേലിയ യഹോശാഫാത്തിനെ കുറിച്ച് വായിക്കുമ്പോൾ അലിയ ഈ ദിനവൃത്താന്ത പുസ്തകം അല്ലെങ്കിൽ 2 ദിനവൃത്താന്ത പുസ്തകം 20-ാം അധ്യായം അതിന്റെ 3 തൊട്ട് 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കണം. ലേലിയ നമുക്ക് മൊത്തം വായിച്ചു സമയമില്ലാത്തതുകൊണ്ട് എൻ്റെ ആദ്യം 1-2 ഭാഗങ്ങൾ ഞാൻ വായിക്കാം. ലേലിയ അതിന്റെ ശേഷം ലേലിയ മോവാബിലും അമ്മോന്യരും അവരോടുകൂടെ യെരുശലേമിൽ ചിലരും യഹോശാഫാത്തിന് നേരെ ഒരു യുദ്ധത്തിന് വന്നു. ലേലിയ അപ്പൊ യഹോശാഫാത്തിനെതിരെ ഒരു യുദ്ധത്തിന് വരുന്ന ഒരു കൂട്ടം ജനം. ലേലിയ അപ്പൊ യഹോശാഫാത്ത് എന്ന രാജാവിനെ കുറിച്ച് വായിക്കുമ്പോൾ രാജാവിന് വിരോധമായി യുദ്ധം ചെയ്യുവാൻ അമ്മോന്യരും മോവാബിലും പുറപ്പെട്ടു വന്നു. അപ്പോൾ യഹോശാഫാത്ത് ഭയന്നു ദൈവത്തിന്റെ തിരുമുഖം അന്വേഷിക്കുവാനായി യഹൂദന്മാരെ മുഴുവൻ ബന്ധിച്ചു കൂട്ടി ഉപവാസം അനുഷ്ഠിച്ചു. 20-ാമത്തെ ദിവസം 23 തൊട്ട് 20-ാം 1 തൊട്ട് താഴോട്ട് വായിച്ചാൽ മതി. അങ്ങനെ വലിയൊരു ഉപവാസം പ്രസിദ്ധം ചെയ്തു. വലിയ ഉപവാസം ആഹ്വാനം ചെയ്തു. ആ ദിവസം തന്നെ അമ്മോന്യരുടെയും മോവാബിയരുടെയും സെയീർ പർവ്വതക്കാരുടെയും നേരെ പതിയിരുപ്പുകാരെ ദൈവം വരുത്തി. പതിയിരുപ്പുകാരെ ദൈവം വരുത്തി. അങ്ങനെ അവർ തോറ്റുപോവുകയും അവരുടെ സൈനികൾ ശവങ്ങളായി കിടക്കുന്നതും കണ്ടു. അപ്പൊ യഹോശാഫാത്തിനെതിരെ യുദ്ധം ചെയ്യാൻ വന്ന അമ്മോന്യരും മോവാബി സെയീർ പർവ്വതക്കാരും അവർക്ക് തമ്മിൽ പതിയിരിപ്പുകാരെ വരുത്തി. അവസാനം അവർ തമ്മിൽ യുദ്ധം ചെയ്തു. അവരെല്ലാം ശവങ്ങളായി വീണ് കിടന്നത്. ഇതിന്റെ കാരണം എന്താ? യഹോശാഫാത്ത് എന്ന് പറയുന്ന വ്യക്തി ദൈവത്തിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഉപവസിച്ച് പ്രാർത്ഥിച്ച് തിരുമുഖം പ്രകാശിക്കുവാൻ വേണ്ടി യഹോശാഫാത്തിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ദൈവം കേട്ടപ്പോൾ ശത്രുക്കൾ തമ്മിൽ ചിതറി അവർ തമ്മിൽ നേർക്ക് പൊരുതി. ഹല്ലേലൂയ. അതാണ് നമ്മൾ വായിച്ചത്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അവരുടെ ശവങ്ങൾ കിടക്കുന്നത് കണ്ടു. യഹോവയുടെ തിരുമുഖം അന്വേഷിപ്പിൻ. ദൈവം മനസ്സറിഞ്ഞ് നിങ്ങളുടെ കുടുംബത്തിന് സമാധാനം സന്തോഷം ഉണ്ടാകും. ഹല്ലേലൂയ. അപ്പൊ യഹോശാഫാത്തിനെ യഹൂദന്മാരെ നശിപ്പിക്കാൻ വേണ്ടി പതിയിരിപ്പുകാർ വന്നു കഴിഞ്ഞപ്പോൾ മോവാബിയും അമ്മോന്യരും സെയീർ പർവ്വതക്കാരും വന്നപ്പോൾ ഒരു മനുഷ്യൻ യഹൂദന്മാരെ എല്ലാം വിളിച്ചുകൂട്ടി ഒരു ഉപവാസം പ്രസിദ്ധമാക്കിയതുകൊണ്ട് എന്ത് ചെയ്തു? ദൈവം അവർക്ക് സമാധാനം കൊടുത്തു. അതെ, നീയും ദൈവത്തിന്റെ തിരുമുഖം പ്രകാശിക്കാൻ വേണ്ടി നീ ദൈവത്തിന് ഉപവസിക്കുന്നെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. നിങ്ങളുടെ കുടുംബത്തിന് സമാധാനം ഉണ്ടാകും. നിങ്ങൾ യഹോവയോട് കൂടെ ഇരിക്കുന്നിടത്തോളം അവൻ നിങ്ങളോട് കൂടെ ഇരിക്കും. അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവനെ കണ്ടെത്തും. ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിങ്ങളെ ഉപേക്ഷിക്കുമെന്ന് 2 ദിനവൃത്താന്ത പുസ്തകം 15:2 നമുക്ക് ഭാഗത്തേക്ക് സമയമില്ല. ആശയുള്ള ബന്ധത്തിലാത് ചരിത്രം അവസാനിക്കത്തില്ല. ലേലിയ ഇനി ഞാൻ പറയട്ടെ, ഇന്ന് വായിച്ച വചനത്തിലേക്ക് വരട്ടെ. 80-ാം സംഗീതം 19-ാം വാക്യമാണ്. സൈന്യങ്ങളുടെ ദൈവമായി യഹോവേ, ഞങ്ങളെ ദാസാനപ്പെടുത്തണമേ, ഞങ്ങൾ രക്ഷപ്പെടുന്ന തിരുമുഖം പ്രകാശിപ്പിക്കണമേ. ഇന്ന് പകൽ സമാധാന സന്തോഷ സ്വസ്ഥതയില്ലാതെ കണ്ണുനീരിന് നടുവിൽ കടന്നു പോകുന്ന ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ കടന്നു പോകുന്ന സകല കുടുംബങ്ങളും സകല വ്യക്തികളും സഭകളോട് ദൈവമക്കളോട് പ്രത്യേകം പറയട്ടെ, നിന്റെ കുടുംബത്തിനകത്ത് ദൈവത്തിന്റെ തിരുമുഖം പ്രകാശിക്കാൻ വേണ്ടി നീ എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ ഹല്ലേലൂയ. സക്കായിയുടെ വീടിന്റെ രക്ഷ വന്നതുപോലെ യഹോശാഫാത്തിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം അത്ഭുതങ്ങൾ ചെയ്തതുപോലെ നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബത്തിൽ അത്ഭുതങ്ങൾ നടക്കും. കണ്ണുകൾ അടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവം ഈശ്വരയ്ക്ക് പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിൽ ഭാരതലോക രാജ്യങ്ങൾ അപാരവൃത്തം ജനങ്ങളെ ജാതി മത വർഗ വർണ്ണ വ്യത്യാസം കൂടുതലോട്ട് ഓട്ടമാക്കിയവരെ എല്ലാ ഭാഷാ വിഭാഗക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവി രക്ഷപ്പെടുവാൻ തിരുമുഖം അന്വേഷിക്കുന്ന ഒരു തലമുറ എഴുന്നേൽപ്പിക്കണമേ. ദൈവമക്കൾ ദൈവദാസന്മാർ ക്രൈസ്തവ സമൂഹത്തിനായി പ്രാർത്ഥിക്കുന്നു. പാപത്തിന്റെ ശാപത്തിന്റെ രോഗത്തിന്റെ പാതാളത്തിന്റെ വഴിവിട്ട് സ്വർഗീയ വഴിയിലേക്ക് ജനം കടന്നിടുവാൻ
ബാഹ്യമായ പ്രകടനങ്ങൾ കൊണ്ടൊന്നും രക്ഷ പ്രാപിക്കാൻ കഴിയില്ല എന്നുള്ള തിരിച്ചറിവുണ്ടായി മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് രക്ഷയുടെ അനുഭവം പ്രാപിപ്പാൻ സകല ജനത്തെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലത്തെ നീതി വെളിപ്പെടുത്തിയാട്ട് ലോകമാടുള്ള ദൈവമക്കൾക്ക് ദൈവദാസന്മാർക്ക് കാത്ത് സുവിശേഷം ക്ലേശസഹി ദർശനസഹി ജയിലിൽ കിടക്കുന്ന ദൈവമക്കളെല്ലാം കർത്താവ് വിടിവിക്കണമേ. സമാധാനമുള്ള രാഷ്ട്രീയക്കാർക്ക് മാനസാന്തരം കൊടുക്കണം. മത നേതാക്കന്മാർക്ക് മാനസാന്തരം കൊടുക്കണമേ. മതത്തിന് പേരും രാഷ്ട്രീയത്തിന് പേരും ആയിരങ്ങളെ കൊന്നൊടുക്കുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഏത് ഹീനമായ വാക്കുകളും വിളിച്ചു പറ സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ വന്ന് അവർ കസേരയ്ക്ക് വേണ്ടി അധികാരം തമ്മിലടിക്കുമ്പോൾ അവർ വെറും ഹീനമായ ചീറ്റ വാക്കുകൾ കുടിച്ച വാക്കുകൾ സംസാരിക്കുന്ന രാഷ്ട്രീയക്കാരുടെ നാവുകൾക്ക് ദൈവം കടിഞ്ഞാട്ടമേ പ്രാർത്ഥിക്കുകയാണ്. സകലത്തിന്മേലെ ദൈവം നീതി വെളിപ്പെടണം. തീവ്രവാദികളെ, ഭീകരവാദികളെ, വർഗീയവാദികളെ, രക്തച്ചൊരിച്ച് നടത്തുന്ന സകലരെ ദൈവം സന്ദർശിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സകലത്തിന്മേൽ ദൈവം നീതിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ കേരളത്തിന്മേൽ, ഭാരതത്തിന്മേൽ, ലോകരാജ്യങ്ങളിലെ ജനത്തിന്മേൽ അവിടുത്തെ തിരുമുഖം പ്രകാശിപ്പിക്കണമേ. ഈ ജനവേണ്ട ആത്മരക്ഷ പ്രാപിച്ച് മടങ്ങി വരുവാൻ യേശുവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്നു. സകല മുഖത്ത് ഉയർന്ന യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ.